വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശ്രയ ഭവൻ ഫ്ളാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് വീണ്ടും ബസ് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും തമ്മിൽ തർക്കം. വട്ടമാവിൽ മധ്യവയസ്കരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. വൈദ്യുതി സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് KICB. കുന്നംകുളം ബസ് സ്റ്റാൻഡിന് മുന്നിലെ തകർന്ന സ്ലാബുകൾ വഴിയാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച സൗജന്യ സിവിൽ സർവീസ് പരിശീലന ക്ലാസ് നടത്തുന്നു. അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് പഴനിയുടെ സദ്വാർത്ഥ മഹോത്സവത്തിന് തുടക്കമായി. ചാവക്കാട് നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശ്രയ ഭവൻ ഫ്ളാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശ്രയ ഭവൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല വിജയകുമാർ നിർവഹിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ മൂലേപ്പാട് 12ാം വാർഡിലാണ് ഫ്ളാറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ K ജയശങ്കർ, M പൽപ്പിനി, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AV സുമതി, കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി PV സാബു എന്നിവർ സംസാരിച്ചു. അടിസ്ഥാന സൗകര്യമില്ലാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതിനെ ഷീല വിജയകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് 1,30,000 രൂപ വാട്ടർ അതോറിറ്റിക്ക് ഫെബ്രുവരി മാസത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഫണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഫെബ്രുവരി മാസത്തിലാണ് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന വിഭാഗം അവർ കുടിവെള്ളം കൊടുക്കുന്നവരല്ല എന്നാണ്. അതിവിടെ മാത്രമല്ല, ജില്ലയിൽ ഒരിടത്തും കൃത്യമായി വെള്ളം കൊടുക്കാത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരാണ്. കുന്നംകുളത്ത് വീണ്ടും ബസ് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും തമ്മിൽ തർക്കം. ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയത് ചോദ്യം ചെയ്ത ബസ് ജീവനക്കാരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് തടഞ്ഞിട്ട് ചോദ്യം ചെയ്തത് സംഘർഷത്തിനിടയാക്കി. തടഞ്ഞ ബസ് സ്റ്റാൻഡിലിട്ട് ജീവനക്കാർ പ്രതിഷേധിച്ചു. പിന്നീട് ഓട്ടോ തൊഴിലാളികൾക്കെതിരെ ബസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. ഇന്ന് രാവിലെ 11:30 തൃശൂർ കുന്നംകുളം റൂട്ടിലെ ചൂണ്ടൽ, പുതുശ്ശേരി, കാണിപ്പയ്യൂർ എന്നീ സ്റ്റോപ്പിൽ നിന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രക്കാരെ ഓട്ടോയിൽ വിളിച്ചു കയറ്റിയത്. ഇത് ചോദ്യം ചെയ്ത ഈ റൂട്ടിലോടുന്ന MKK ശ്രീലക്ഷ്മി ബസ് ജീവനക്കാരെയാണ് പിന്തുടർന്നെത്തിയ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് തടഞ്ഞിട്ട് സ്റ്റാൻഡിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത്. ചൂണ്ടൽ, പുതുശ്ശേരിയിൽ യാത്രക്കാരെ കയറ്റിയിരുന്ന ഓട്ടോ ഡ്രൈവറെ ശ്രീലക്ഷ്മി ബസിലെ ഡ്രൈവർ രമേശ് ബസിൽ നിന്നിറങ്ങി ചോദ്യം ചെയ്തു. ഇതോടെ ഇവർ തമ്മിൽ വാക്കേറ്റവും നടന്നു. കാണിപ്പയ്യൂരിൽ യാത്രക്കാരെ കയറ്റിയിരുന്ന ഓട്ടോ ഡ്രൈവറെ MKK ബസ് ജീവനക്കാരും ചോദ്യം ചെയ്തു. ഈ ബസ്സുകൾ കുന്നംകുളം സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് തൃശൂർ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവർമാർ സംഘം ചേർന്ന് ബസ്സുകൾ തടഞ്ഞിട്ട് ഭീഷണിയുമായി രംഗത്ത് വന്നത്. ഇരു വിഭാഗവും തമ്മിൽ സംഘർഷമായി. ഇതോടെ ശ്രീലക്ഷ്മി ബസ് ഏറെ നേരം സ്റ്റാൻഡിൽ നിർത്തിയിട്ടു. പിന്നീട് ബസ് ഉടമകൾ ഇടപെട്ട് ബസ് മാറ്റിയ ശേഷം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ ബസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. വട്ടമാവിൽ മധ്യവയസ്കരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വട്ടമാവിൽ ബസ് സ്റ്റോപ്പിനടുത്ത് റോഡരികിൽ ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വട്ടമാവ് 100ാം പറമ്പ് വീട്ടിൽ വേലായുധനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പത്രവിതരണക്കാരാണ് ഇദ്ദേഹത്തെ കണ്ടത്. വട്ടമാവ് സ്റ്റോപ്പിനരികെ റോഡിന് സമീപത്തെ കടയ്ക്ക് മുന്നിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കടയുടെ ഭിത്തിയോട് ചേർന്ന് രക്തക്കറകൾ കാണപ്പെടുന്നുണ്ട്. സമീപത്ത് ചെരുപ്പുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. മദ്യപാനിയായ വേലായുധൻ വർഷങ്ങളായി ഭാര്യയും മക്കളുമായി പിണങ്ങി ഒറ്റയ്ക്കാണ് താമസം. മാംസം അറക്കുന്ന ജോലിയാണ്. രാത്രി വരുന്നതിനിടെ ഏതെങ്കിലും വാഹനം ഇടിച്ചു വീഴ്ച ശേഷം റോഡരികിലേക്ക് മാറ്റിക്കിടത്തിയതാകാമെന്ന് കരുതുന്നു. കുന്നംകുളം പോലീസ് കേസെടുത്തു.
വൈദ്യുതി സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് KICB. വൈദ്യുതി സുരക്ഷാ വാരം 2017 മെയ് 1 മുതൽ 7 വരെ വിവിധ വൈദ്യുതി വകുപ്പുകൾ ആചരിച്ചു. പഴഞ്ഞി ഇലക്ട്രിക് സെക്ഷന്റെ കീഴിലും വൈദ്യുതി സുരക്ഷാ വാരം ആചരിച്ചു. പഴഞ്ഞി ചെറുതുരുത്തിയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ELCB ബൾബുകളുടെ പ്രാധാന്യം, ഇരുമ്പുതോട്ടി ഉപയോഗിക്കുന്നതിലെ അപകടങ്ങൾ, ഇലക്ട്രിക് ലൈനിന് കീഴെ മരങ്ങൾ വയ്ക്കുന്നതിലെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. സബ് എഞ്ചിനീയർ ശ്രീ തോമസ്, ഓവർസിയർ ശ്രീ അശോകൻ, ലൈൻമാൻമാരായ ശ്രീ വിനീഷ്, ശ്രീ അലി, ഇലക്ട്രിസിറ്റി വർക്കർമാരായ ശ്രീ പ്രതീഷ്, ശ്രീ അജീഷ് എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് ഇലക്ട്രിക് സെക്ഷനിലെ ജീവനക്കാരായ ശ്രീ ജെയ്സൺ, ശ്രീ വിശാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കരിക്കാട്, കോട്ടോൽ, കടവല്ലൂർ, കൊരട്ടിക്കര എന്നീ പ്രദേശങ്ങളിൽ വീടുകളിൽ കയറി സുരക്ഷാ ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും നടത്തി. ഷംസു, ഗണേശൻ, സജീഷ്, ശരത്, മഹേഷ് എന്നിവർ ഇവരെ സഹായിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും വാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് പഴഞ്ഞിയുടെ നേതൃത്വത്തിൽ സദ്വാർത്ത മഹോത്സവം പഴഞ്ഞി ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ മെയ് 11 വ്യാഴാഴ്ച മുതൽ 14 ഞായർ വരെ. പൊതുയോഗം വൈകിട്ട് 6 മുതൽ. 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ശൃംഖല. രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥന. പാസ്റ്റർമാരായ എബി ഐരോ, സുഭാഷ് കുമരകം, എബി അബ്രഹാം, അനീഷ് തോമസ് എന്നിവർ വചനം പ്രഘോഷിക്കുന്നു.
ഭീഷണിയുയർത്തുന്നു. ബസ് സ്റ്റാൻഡിന് മുന്നിലെ തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ നഗരസഭ അധികൃതർ ഇനിയും തയ്യാറാകാത്തത് യാത്രക്കാരെ അപകടക്കെണിയിലാക്കുന്നു. മാസങ്ങളായി ഫുട്പാത്തുകളിലെയും ബസ് സ്റ്റാൻഡ് പരിസരത്തെയും സ്ലാബുകൾ തകർന്നു കിടക്കുന്നു. ദിനംപ്രതി നൂറുകണക്കിന് കാൽനട യാത്രക്കാരാണ് അപകടക്കെണിയായി കിടക്കുന്ന സ്ലാബിന് മുകളിലൂടെ നടന്നു പോകുന്നത്. അല്പം അശ്രദ്ധ കാണിച്ചാൽ തകർന്നു കിടക്കുന്ന സ്ലാബുകളിൽ കാൽ കുടുങ്ങുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും. ഇതിനു മുമ്പും ബസ് സ്റ്റാൻഡിലെ വടക്കാഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിൽക്കുന്ന സ്ഥലത്തെ തകർന്ന ഫുട്പാത്തിൽ സ്ത്രീയുടെ കാൽ കുടുങ്ങി മണിക്കൂറുകളോളം കിടന്നിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് സ്ത്രീയെ രക്ഷിച്ചത്. സ്കൂൾ തുറന്ന് മഴ ശക്തമാകുന്നതോടെ അപകട സാധ്യത വർദ്ധിക്കും. വെള്ളം ഒഴുകുന്നതിനിടെ സ്ലാബുകളിലെ കുഴികളും കാണാതാകും. നഗരസഭ അധികൃതർ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച സൗജന്യ സിവിൽ സർവീസ് പരിശീലന ക്ലാസ് നടത്തുന്നു. തൃശൂർ ജില്ലാ PTA-യും സീറ്റ അക്കാദമിയും സംയുക്തമായി ശനിയാഴ്ച കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ സിവിൽ സർവീസ് പരിശീലന ക്ലാസ് നടത്തുമെന്ന് PTA ഭാരവാഹികളായ പ്രസിഡന്റ് ജോൺ ഒല്ലൂക്കാരൻ, ട്രഷറർ രാജ്കുമാർ മധു, പാർവതി രതീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. ഇതോടനുബന്ധിച്ച് സ്കോളർഷിപ്പ് പരീക്ഷയും നടത്തും. പ്രവേശന ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അവർ എല്ലാ വർഷവും PTA പ്രസിഡന്റുമാരുടെയും HMOമാരുടെയും പൊതുയോഗം വിളിച്ചു ചേർക്കുകയും ആ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ, തരണം ചെയ്യുവാൻ ഇടപെടൽ നടത്തുക. അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് പഴഞ്ഞിയുടെ സദ്വാർത്ത മഹോത്സവത്തിന് തുടക്കമായി. അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് പഴഞ്ഞിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സദ്വാർത്ത മഹോത്സവത്തിന് പഴഞ്ഞി ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. ഇന്നു മുതൽ ഞായറാഴ്ച വരെയാണ് യോഗം. പൊതുയോഗം വൈകിട്ട് 6-ന് ആരംഭിക്കും. വെള്ളിയാഴ്ച രാവിലെ 10-ന് ബൈബിൾ ക്ലാസ്, 3-ന് ധ്യാനയോഗം എന്നിവയുണ്ടാകും. ശനിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ അഞ്ജലി പോൾ സന്ദേശം നൽകും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന യുവജന വിദ്യാർത്ഥി സംഗമത്തിൽ ബ്രദർ CV മാത്യു പങ്കെടുക്കും. 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാ ശൃംഖല, രോഗികൾക്കായുള്ള പ്രത്യേക പ്രാർത്ഥന എന്നിവയും ഉണ്ടാകും. പാസ്റ്റർമാരായ എബി ഐരൂർ, സുഭാഷ് കുമരകം, എബി അബ്രഹാം, അനീഷ് തോമസ് എന്നിവരാണ് വചന പ്രഘോഷണം നടത്തുന്നത്. ചാവക്കാട് നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. വികസനകാര്യ ചെയർമാൻ KH സലാം കരട് പദ്ധതി അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MA മഹേന്ദ്രൻ, AC ആനന്ദൻ, സഫൂറ ബക്കർ, MB രാജലക്ഷ്മി, പ്രതിപക്ഷ നേതാവ് KK കാർത്യായനി, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. വിപണി അടയ്ക്ക പഴയത് 4250 രൂപ മുതൽ 4500 രൂപ വരെ, പുതിയത് 4226 രൂപ മുതൽ 4550 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശ്രയ ഭവൻ ഫ്ളാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് വീണ്ടും ബസ് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും തമ്മിൽ തർക്കം. വട്ടമാവിൽ മധ്യവയസ്കരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. വൈദ്യുതി സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് KICB. കുന്നംകുളം ബസ് സ്റ്റാൻഡിന് മുന്നിലെ തകർന്ന സ്ലാബുകൾ വഴിയാത്രക്കാർക്ക് ഭീഷണിയുയർത്തുന്നു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ശനിയാഴ്ച സൗജന്യ സിവിൽ സർവീസ് പരിശീലന ക്ലാസ് നടത്തുന്നു. അപ്പസ്തോലിക് ചർച്ച് ഓഫ് ഗോഡ് പഴഞ്ഞിയുടെ സദ്വാർത്ത മഹോത്സവത്തിന് തുടക്കമായി. ചാവക്കാട് നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.